ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. FIIയുടെ ബൈയിങ് തിരിച്ചുവരവോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിന് നല്ലൊരു ഉണർവ് വന്നിരിക്കുകയാണ്. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,658 308 പോയിൻറ്റ്സ് ഉയർന്നു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 1,111 പോയിൻറ്റ്സ് ഉയർന്ന് 51,704 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 52,524 ക്ലോസ് ചെയ്യുമ്പോൾ 673 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 179 പോയിൻറ്റ്സ് ഉയർന്ന് 16,364 ക്ലോസ് ചെയ്തു. ഇതിൽ നിഫ്റ്റി ബാങ്ക് അബൌട്ട് 2% ഉയർച്ചയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 30.7 സെൻസെക്സ് 1,079 പോയിൻറ്റ്സ് ഉയർന്ന് 77,984 ക്ലോസ് ചെയ്തു. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞ് DII 99 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII 3,056 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഈ രണ്ടിനും ബൈ വന്നത് മാർക്കറ്റിന് ഗുണകരമായിട്ട് ആണ് വരുന്നത്. നിഫ്റ്റിയുടെ ഉയർച്ചയും നിഫ്റ്റി ഇന്ന് 1.32% ഉയർച്ച കൈവരിച്ചു. നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം എബോ 1% ആണെന്ന് പ്രോഫിറ്റ് വന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കോട്ടക് ബാങ്ക് 4.86% റാലി നടത്തി. NTPC 4.47% റാലി നടത്തി. SBIN 3.69%, ടെക്കം 3.60%, പവർ ഗ്രിഡ് 3.14%, ആക്സിസ് ബാങ്ക് 2.70%, ബജാജ് ഫിൻസർവ് 2.60%, ബെൽ 2.44%, HCL ടെക് 2.31%, ഏഷ്യ മോട്ടോഴ്സ് 2.26% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് 2.79% കുറവ് കണ്ടു. ടൈറ്റൻ 2.74%, ട്രെൻഡ് 1.69%, M&M 0.89%, ഭാരതി എയർടെൽ 0.51%, ബ്രിട്ടാനിയ 0.41%, നെസ്ലെ ഇന്ത്യ 0.24%, ഹീറോ മോട്ടോകോപ്പ് 0.09% ആൻഡ് സൺ ഫാർമ 0.03% ലോസ് ആണെന്ന് കണ്ടത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 22,604 കഴിഞ്ഞ ഏപ്രിലിൽ നിന്ന് നിഫ്റ്റി ഇന്ന് 22,658 ക്ലോസ് ചെയ്തപ്പോൾ 4.66% പ്രോഫിറ്റിലാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് ഇന്ന് 23,658 വീണ്ടും തിരിച്ച് റാലി നടത്തി വന്നപ്പോൾ 0.36% ലോസ് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,865 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. 1,082 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എല്ലാ സെക്ടേഴ്സ് ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 21,938 ക്ലോസ് ചെയ്തപ്പോൾ 182 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 479 പോയിൻറ്റ്സ് ഉയർന്ന് 33,955 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25,057 ക്ലോസ് ചെയ്തപ്പോൾ 489 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 246 പോയിൻറ്റ്സ് ഉയർന്ന് 53,232 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 14,060 ക്ലോസ് ചെയ്തപ്പോൾ 50 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 8,507 ക്ലോസ് ചെയ്തപ്പോൾ 120 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 37,217 ക്ലോസ് ചെയ്തപ്പോൾ 514 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 1 പോയിൻറ്റ്സ് ഉയർന്ന് 1548 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 9262 ക്ലോസ് ചെയ്തപ്പോൾ 59 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 154 പോയിൻറ്റ്സ് ഉയർന്ന് 10,698 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 145 പോയിൻറ്റ്സ് ഉയർന്ന് 21,771 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 6326 ക്ലോസ് ചെയ്തപ്പോൾ 195 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 875 പോയിൻറ്റ്സിൽ ക്ലോസ് ചെയ്തപ്പോൾ 13.20 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. ഇതിൽ പ്രധാനമായും നിഫ്റ്റി PSU ബാങ്ക് അബോവ് 3% റാലി നടത്തി. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ US കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ വരുന്നുണ്ട് 25 മാർച്ചിന്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ബൈ ഓൾ.